ഹായ്, അപ്പോൾ നമ്മൾ FCPയിൽ എങ്ങനെയാണ് റോട്ടോസ്കോപ്പിംഗ് ചെയ്യാന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനായി ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് റോട്ടോമാറ്റിക് എന്ന് പറയുന്ന ഒരു ടൂളാണ്. ഈ ഒരു വീഡിയോ ആണ് നമ്മൾ അപ്പോൾ റോട്ടോസ്കോപ്പ് ചെയ്ത് എടുക്കാൻ പോകുന്നത്. ഈ വീഡിയോയിലുള്ള ഈ ഒരു സബ്ജക്റ്റ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എഫക്ട്സിന് റോട്ടോമാറ്റിക് എന്ന് പറയുന്ന ഈ പ്ലഗിന് നമ്മൾ വേണ്ട ക്ലിപ്പിലേക്ക് വലിച്ചിടുക. എന്നിട്ട് എന്താണ് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒബ്ജക്റ്റ് ഒന്ന് ജസ്റ്റ് മൗസ് പോയിന്റർ വെച്ചിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റ് ഇങ്ങനെ സെലക്റ്റായി ഒരു റെഡ് ഇതിൽ സെലക്റ്റായി കിട്ടും. ഇങ്ങനെ സെലക്റ്റായി കിട്ടിയതിന് ശേഷം നമ്മൾ ഈ ഒബ്ജക്റ്റിനെ ഒന്ന് ട്രാക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പ്ലസ് ഐക്കൺ കാണാം, ഒരു റെഡ് ഇതിൽ. ആ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഈ വീഡിയോ മൊത്തമായിട്ടൊന്ന് ട്രാക്ക് ആവും. ട്രാക്ക് ആയി കഴിഞ്ഞാൽ നമുക്കിത് ഒരു റെഡ് ഇതിൽ സബ്ജക്റ്റ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ വീഡിയോ നമുക്ക് ഇവിടെ ട്രാക്ക് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് വീഡിയോ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് നീക്കി നോക്കിയാൽ ആ ഒബ്ജക്റ്റ് ഇവിടെ ട്രാക്ക് ആയത് നമുക്ക് കാണാൻ പറ്റും. ഇനി ഈ സബ്ജക്റ്റിന്റെ ബാക്കിൽ നമുക്ക് ടെക്സ്റ്റോ ഇമേജോ എന്ത് വേണമെങ്കിലും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതിനായി നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ ഇമേജ് ഒന്ന് കോപ്പി ചെയ്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് മേലോട്ട് വെക്കുക എന്നുള്ളതാണ്. എന്നിട്ട് മുകളിലുള്ള വീഡിയോ ഒന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് എഫക്ട് കൺട്രോളിൽ പോയിട്ട് റോട്ടോമാറ്റിക്കിന്റെ എഫക്ട് കൺട്രോൾ ഉണ്ടാവും. അവിടെ ബ്ലെൻഡ്, മാസ്ക്, കട്ടൗട്ട് എന്ന് പറയുന്ന 3 ഓപ്ഷൻ ഉണ്ടാവും. അതിൽ കട്ടൗട്ട് കൊടുത്താൽ നമ്മളെ മുകളിലുള്ള വീഡിയോ കട്ടൗട്ട് ആയിട്ടുണ്ടാവും. നമ്മുടെ സബ്ജക്റ്റ് സെപ്പറേറ്റ് ആയിട്ട് കട്ടൗട്ട് കിട്ടിയിട്ടുണ്ടാവും. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മുടെ സബ്ജക്റ്റ് കട്ടൗട്ടായി കിട്ടിയിട്ടുള്ളത്. ഞാൻ ഇതിൻ്റെ അടിയിലുള്ള ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത ക്ലിപ്പിൻ്റെ അടിയിലുള്ള ക്ലിപ്പ് ഞാൻ ഹൈഡ് ചെയ്തു. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ആ ക്ലിപ്പിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാതെ നമുക്ക് സബ്ജക്റ്റ് മാത്രമായിട്ട് കാണാൻ പറ്റുന്നത്. ഇനി നമുക്ക് ഈ സബ്ജക്റ്റിൻ്റെ ബാക്കിൽ ടെക്സ്റ്റോ ഇമേജോ വീഡിയോ എന്ത് വേണമെങ്കിലും നമുക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ആഡ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. അതിനായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് എടുത്തിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാം എന്തെങ്കിലും ഒന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ വീഡിയോൻ്റെ ബാക്കിൽ സബ്ജക്റ്റിൻ്റെ ബാക്കിൽ ടെക്സ്റ്റ് വരുന്ന രീതിയിൽ നമ്മൾ റോട്ടോ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ FCP യൂസ് ചെയ്യുന്ന ആർക്കെങ്കിലും ഈ ഒരു റോട്ടോസ്കോപ്പിംഗ് ടൂൾ ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. FX ഫാക്ടറിയുടെ റോട്ടോമാറ്റിക് എന്ന് പറയുന്ന പ്ലഗിനാണ് നമ്മളിവിടെ യൂസ് ചെയ്തത്. ഇതിൻ്റെ ക്രാക്ക്ഡ് വേർഷൻ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്യാം. പെയ്ഡാണ്, ക്രാക്ക് ചെയ്ത് തരുന്നതായിരിക്കും.